എന്റെ റിയലിസ്റ്റിക് ROI പെർ മന്ത് എന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 5 to 10% ആയി. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ROI എന്നൊരു കാര്യം നിങ്ങൾ ചോദിക്കുന്നത് എല്ലാ അക്കൗണ്ടും കൂട്ടിയിട്ടാണോ അതോ സിംഗിൾ അക്കൗണ്ട് ആണോ എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് സിംഗിൾ അക്കൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് PNL വീഡിയോസ് 2-3 മാസത്തെയും ലാസ്റ്റ് 6 monthsന്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്താലും മനസ്സിലാവും ഓരോ മാസം എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്യാപിറ്റലിന്റെ. പക്ഷേ എല്ലാ അക്കൗണ്ട്സും, ഞാൻ എല്ലാ അക്കൗണ്ട്സും ഉദ്ദേശിക്കുന്നത് എന്റെ എല്ലാ ലൈവ് അക്കൗണ്ടും അതുപോലെ തന്നെ നമുക്ക് കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ഫണ്ടഡ് അക്കൗണ്ട്സും ഇതിന്റെ എല്ലാം കൂടെ പേ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 10%ന്റെ മുകളിൽ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ROI മന്ത്ലി ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ സ്റ്റിൽ അങ്ങനെ കൂട്ടണ്ട. സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഒരു അക്കൗണ്ട് എന്ന പേർപ്പസിൽ തന്നെ കൂട്ടാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ എക്സ്റ്റൻസിന്റെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ അക്കൗണ്ട്, അതായത് INR അക്കൗണ്ട്, ഏറ്റവും ചെറിയ അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ നമ്മൾ മന്ത്ലി എടുക്കുന്നത് 5% എബോവാണ്. ഓക്കെ, അപ്പോൾ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു ROI ബേസ്ഡ് ആയിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ ROI നോക്കിയിട്ട് ചെയ്തിരുന്നു. അതായത് ഒരു മന്ത് പ്രോഫിറ്റബിൾ ആവണം, അല്ലെങ്കിൽ എല്ലാ മന്തും നമുക്ക് പ്രോഫിറ്റബിൾ ആവണം, പക്ഷേ ഒരു സെർട്ടൺ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്സ് അച്ചീവ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു കാര്യം ഞാൻ മാറ്റി. വേറെ ഒന്നും കൊണ്ടല്ല, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ROI മീറ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ഫിക്സഡ് ടാർഗറ്റ് മീറ്റ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യുക, നിങ്ങളൊരു അക്കൗണ്ട് ട്രേഡ് ചെയ്യുക, അതായത് അറ്റ് എ ടൈം ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യുക. ആ അക്കൗണ്ട് അത്യാവശ്യം മാന്യമായിട്ട് പ്രോഫിറ്റിലാകുമ്പോൾ ഓക്കെ, ലെറ്റ്സ് ഒരു 1% ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു $1000 അക്കൗണ്ടിൽ $100 ആവാം, $200 ആവാം. ഓക്കെ, അപ്പോൾ $100 $200 എന്ന് പറഞ്ഞാൽ 20% ആയി. ബട്ട് ഞാൻ കണക്ക് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടിൽ കുറച്ച് പ്രോഫിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടുത്ത അക്കൗണ്ടിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, അറ്റ് എ ടൈം എല്ലാ അക്കൗണ്ടും ഒരുമിച്ച് ഒരേ ട്രേഡ് പ്ലേസ് ചെയ്യാതിരിക്കുക. അത് ഞാൻ ബിഗിനിങ് സ്റ്റേജിൽ ചെയ്തൊരു മിസ്റ്റേക്ക് കൂടാണ്. എല്ലാ അക്കൗണ്ട്സും എന്ത് ചെയ്യുക, ഒരേ ടൈമിൽ ട്രേഡ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ അക്കൗണ്ട്സും ഒരേ റിട്ടേൺസും ആയിരിക്കും, ഒരേ ഡ്രോ ഡൗണും ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഇനി പറഞ്ഞ പോലെ ROI ഇറ്റ് ഡിപ്പെൻഡ്സ്. എല്ലാ മാസവും കൺസ്റ്റന്റ് ആയിട്ട് 5% എടുക്കാം എന്നല്ല ഞാൻ എയിം ചെയ്യുന്നത്. 1% ആണെങ്കിലും 10% ആണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇട്ട ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഇട്ട ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ മന്ത് എൻഡിൽ ഉണ്ടായിരിക്കുക എന്ന് മാത്രമാണ് കറന്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. സോ ROI ഡിപ്പെൻഡ്സ് ഓൺ മൾട്ടിപ്പിൾ തിങ്സ്. ഓക്കെ.